മലയാളത്തിലെ നായക നടന്മാർ അന്യഭാഷയിൽ അതിഥിവേഷങ്ങൾ ചെയ്യുന്നത് പുതുമയുള്ള കാര്യമല്ല. എന്നാൽ രണ്ടാമതൊരു ഇൻഡസ്ട്രിയിൽ ചെന്ന് തന്റേതായ മാർക്കറ്റ് വാല്യൂ സൃഷ്ടിച്ചെടുക്കുക എളുപ്പമുള്ള കാര്യവുമല്ല. ഇത് വളരെ വൃത്തിയായി ചെയ്തു കാണിച്ച താരമാണ് ദുൽഖർ സൽമാൻ. മലയാളത്തിൽ ചുവടുറപ്പിച്ച് അന്യഭാഷകളിലേക്ക് ചേക്കേറിയ താരം ഹിന്ദിയിലും തെലുങ്കിലും ഇതിനോടകം തന്റേതായ സ്പേസ് സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. താരത്തിന്റെ വഴിയെ പതിയെ ഇൻഡസ്ട്രികളുടെ അതിർവരമ്പുകൾ മായ്ച്ചുകൊണ്ട് മികച്ച അന്യഭാഷാ ചിത്രങ്ങളുടെ ഭാഗമാവുകയാണ് മലയാളത്തിന്റെ സൂപ്പർ താരം പൃഥ്വിരാജും. 2012 പുറത്തിറങ്ങിയ അയ്യ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ പൃഥ്വി അരങ്ങേറ്റം കുറിച്ചിരുന്നെങ്കിലും പിന്നീട് താരം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് മലയാളം സിനിമയിലാണ്. മലയാളത്തിലെ സംവിധാന സംരംഭങ്ങളിലൂടെ ഇന്ത്യ മൊത്തത്തിൽ ശ്രദ്ധിക്കപ്പെട്ട താരം ഒരിടവേളയ്ക്കു ശേഷം അന്യഭാഷയിലേക്ക് ചുവട് മാറ്റിയിരുന്നു. അക്ഷയ് കുമാർ ടൈഗർ ഷ്രോഫ് ചിത്രമായ ബഡേ മിയാൻ ചോട്ടെ മിയാനിൽ വില്ലനായും കജോളിനൊപ്പം നായകനായി സർസമീനിലും താരം വേഷമിട്ടിരുന്നു. പക്ഷേ രണ്ട് ചിത്രവും പ്രതീക്ഷയ്ക്കൊത്തുയർന്നിരുന്നില്ല. എന്നാൽ KGF ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത സെലാറിൽ പ്രഭാസിനൊപ്പം നായകതുല്യമായ വേഷം ചെയ്യാൻ പൃഥ്വിരാജിനായത് താരത്തിന്റെ തെലുങ്ക് കന്നഡ ഭാഷകളിലെ ഗ്രാഫ് ഉയർത്തുന്നതിന് സഹായകരമായി. പിന്നീട് ഇന്ത്യയിലെ ഏതു താരവും കൊതിക്കുന്ന അവസരമാണ് പൃഥ്വിരാജിനെ തേടിയെത്തിയത്. ബാഹുബലിക്കും RRറിനും ശേഷം രാജമൌലി സംവിധാനം ചെയ്യുന്ന വാരണാസിയിൽ വില്ലൻ വേഷമാണ് താരം അവതരിപ്പിക്കുക. തെലുങ്കിലെ ഏറ്റവും വലിയ ആരാധക പിന്തുണയുള്ള മഹേഷ് ബാബുവാണ് ചിത്രത്തിൽ നായകനായെത്തുന്നതെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. രാജമൌലി ചിത്രത്തിന്റെ ഭാഗമാകുന്നതോടെ പൃഥ്വിരാജിന് അന്യഭാഷകളിൽ ലഭിക്കുന്ന എക്സ്പോഷർ ചെറുതല്ല. ഹൈദരാബാദിൽ നടന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചിലടക്കം മികച്ച സ്വീകരണമാണ് താരത്തിന് ലഭിച്ചത്. ഇതിനു പിന്നാലെ സൂപ്പർ താരം നാനി നായകനായെത്തുന്ന ഡാർക്ക് കോമഡി ത്രില്ലറിലും താരം ഭാഗമാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ബ്ലഡി റോമിയോ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സുജിത്ത് ആണ്. മലയാളത്തിലും പുതുവർഷത്തിൽ മികച്ച പ്രോജക്ടുകളാണ് താരത്തിന്റേതായി വരാനിരിക്കുന്നത്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഖലീഫയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. സ്വർണ്ണക്കടത്തുകാരനായ ആമിർ അലിയായി താരം വേഷമിടുന്ന ചിത്രത്തിൽ മോഹൻലാലും ഭാഗമാവുമെന്ന് വാർത്ത പുറത്തുവന്നതോടെ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയായി.